നമസ്കാരം. ഒറ്റ ചോദ്യം ഒറ്റ ഉത്തരം. ഇന്നത്തെ എപ്പിസോഡിൽ മലയാളികൾക്ക് ഏറെ സുപരിചിതനായ, പ്രത്യേകിച്ച് നാടകം, കഥാപ്രസംഗം, ചിത്രകല, വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ചിട്ടുള്ള നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട, എൻ്റെ ആത്മമിത്രം കൂടിയായ പ്രിയപ്പെട്ട രവി പ്രസാദ് സാറാണ്. ഹരിപ്പാട് സ്വദേശിയാണ്. അദ്ദേഹത്തോട് ഒരൊറ്റ ചോദ്യം. സാധാരണ നമുക്കറിയാം, ഈ നാടകരംഗം, കഥാപ്രസംഗരംഗം, ഈ കലകളുടെ വിവിധ മേഖലകളിലാണ് സാറിന്റെ ഒരു പ്രവർത്തനം. പക്ഷെ ഏതെങ്കിലും ഒരു കാര്യത്തിൽ മാത്രം സെലക്ട് ചെയ്ത് പോകുന്നവര് ഏതെങ്കിലുമൊക്കെ തലത്തിലേക്ക്, സിനിമയാണെങ്കിൽ അഭിനയം മാത്രം. പക്ഷെ എനിക്ക് തോന്നുന്നു വിവിധ മേഖലകളിൽ സാർ പ്രവർത്തിക്കുന്നു. ആ മേഖലകളിലൊക്കെ തന്നെ എന്താ പറയുന്നത്, ഒരു കയ്യൊപ്പ് ചാർത്തുന്നുണ്ട്. അപ്പൊ ഇത്രയും കലകൾ സമ്പാദിക്കാൻ പാരമ്പര്യമായിട്ട് കിട്ടിയതാണോ, ഗുരുമുഖത്ത് നിന്ന് കിട്ടിയതാണോ? പാരമ്പര്യമായിട്ട്. അച്ഛൻ നടനായിരുന്നു, അഭിനയിക്കുമായിരുന്നു. അമ്മ നന്നായിട്ട് പാടുമായിരുന്നു. അങ്ങനെ കുടുംബത്തിൽ അച്ഛന്റെ കുടുംബക്കാരെല്ലാം നാടകം അഭിനയിക്കുന്നവരായിരുന്നു. മായാലി മണ്ണെന്നും പറഞ്ഞ് അവിടെ സ്ഥിരം നാടകവേദി ഉണ്ടായിരുന്നു ഞങ്ങളുടെ കുടുംബത്തിൽ പണ്ട്. എനിക്ക് ഓർമ്മയില്ല, ഞാൻ ഇതിന് ശേഷം. അപ്പോൾ എൻ്റെ അച്ഛൻ്റെ ജ്യേഷ്ഠന്മാരൊക്കെയാണ് അതിൻ്റെ നാടകം. അഗസ്റ്റിൻ ജോസഫ്, സെബാസ്റ്റ്യൻ കുഞ്ഞു ഭാഗവതരൊക്കെ അവിടെ വന്നിട്ടുണ്ട്. അങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അങ്ങനെ ഒരു തലമുറ ഇന്ന് കിട്ടിയതായിരിക്കാം എന്നാണ് വിശ്വാസം. നല്ല വിശ്വാസം. തീർച്ചയായിട്ടും പാരമ്പര്യമായി ഇൻബോണിൽ കിട്ടുന്ന കലയും പിന്നെ നിരന്തരമായുള്ള പ്രവർത്തനവും ഒത്തുചേരുമ്പോൾ ഏതൊരു കലാകാരനും പൂർണ്ണതയിലെത്താൻ സാധിക്കും. തീർച്ചയായിട്ടും രവിപ്രസാദ് സാറിന് ഹൃദയം നിറഞ്ഞ ആത്മാർത്ഥമായ ആശംസകൾ. ഓക്കെ, താങ്ക് യു. ചോദ്യം.